2 പത്രോസ് 1:4 അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ബൈബിൾ വാഗ്ദത്തങ്ങളുടെ പുസ്തകം എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹമാണ്. ദൈവം മനുഷ്യന് നേരിട്ടും പരോക്ഷമായും നൽകിയ 8000-ലധികം വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് ചില പണ്ഡിതർ നിരീക്ഷിക്കുന്നു. ദൈവം പറഞ്ഞതുകൂടാതെ മനുഷ്യരും ദൂതന്മാരും ദുരാത്മാക്കളും പിശാചും ഒക്കെ പറഞ്ഞ വാഗ്ദത്തങ്ങളും ഇതിൽ കാണാം. ചില വാഗ്ദത്തങ്ങൾ വ്യക്തിപരമായിരിക്കുമ്പോൾ ചിലത് ഒരു ജനസമൂഹത്തോടാകും, മറ്റ് ചിലത് മുഴുവൻ ലോകത്തോടും. ചില വാഗ്ദത്തങ്ങൾ ആ കാലത്തിലേക്ക് മാത്രം നൽകിയവയാകാം. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രത്യാശയോടെ കൈക്കൊള്ളും, വിശ്വാസത്തോടെ അതിനായി കാത്തിരിക്കും. ഇന്നു മുതൽ ബൈബിളിൽ കാണുന്ന വിലയേറിയ ദൈവിക വാഗ്ദത്തങ്ങളാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എല്ലാ വാഗ്ദത്തങ്ങളും ഓരോന്നായി പഠിക്കാൻ നമുക്ക് ഇപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ വളരെ പ്രാധാന്യമുള്ള ചിലത് നമുക്ക് ധ്യാനവിധേയമാക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഈ വാക്യത്തിൽ നാം കാണുന്നത് അത് വിലയേറിയതും അതിമഹത്വമാണ് എന്നാണ്. ദൈവം എന്തെങ്കിലും വാഗ്ദത്തം ചെയ്താൽ അത് അതുപോലെ ചെയ്തിരിക്കും. ദൈവത്തിന് കഴിയാത്ത കാര്യം ഒന്നുമില്ല. എല്ലാ സാഹചര്യങ്ങളും എതിരായിരുന്നാലും ദൈവത്തിന് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാനാകും. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അവിടുന്ന് സർവജ്ഞാനിയാണ്. എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കുമെന്നും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അറിയാവുന്ന ദൈവം തന്നെയാണ് നമുക്ക് വാഗ്ദത്തങ്ങളും നൽകുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നാം പ്രാപിക്കുന്നത് ക്രിസ്തു യേശുവിലൂടെയാണ്. യേശു ലോകത്തിൽ വരുമെന്നതും ജീവനെ തരുമെന്നതും ഒരിക്കൽ വാഗ്ദത്തമായിരുന്നു. ആ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേയുള്ളൂ എന്ന അപ്പോസ്തലൻ എഴുതുന്നു. നമ്മുടെ സകല വാഗ്ദത്തങ്ങൾക്കും മുഖാന്തരം ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ച എല്ലാ വാഗ്ദത്തങ്ങൾക്കും നന്ദി അർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.